ക്ലാസ്സിലൊക്കെ ഭയങ്കര മിടുക്കരായിട്ട് പഠിച്ച കുട്ടികളൊക്കെ ഒരു 10ഓ 20ഓ 30ഓ ഒക്കെ വർഷം കഴിയുമ്പോൾ പലപ്പോഴും ഹാപ്പി അല്ലാതെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ പലപ്പോഴും വളരെ ഇറിറ്റൻ്റ് ആയിട്ടൊക്കെ മാറുകയും അവരുടെ മക്കളിലേക്ക് അവരുടെ ആ ഇറിറ്റേഷൻസും ഡിസാറ്റിസ്ഫാക്ഷനും ഒക്കെ പകർന്നു കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പലപ്പോഴും ഇത്രയും വർഷത്തെ എൻ്റെ ഈ ഒരു ജീവിതകാലത്ത് ഞാൻ ഒരുപാട് ആൾക്കാർ വളരെ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് കണ്ടിട്ടുള്ളവരൊക്കെ ചെറിയ പ്രായത്തിൽ വളരെ മിടുക്കരായിരുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം അന്വേഷിച്ച് പോകുമ്പോൾ പലപ്പോഴും മനസ്സിലാകുന്നത് ഈ ചെറിയ പ്രായത്തിൽ വളരെ മിടുക്കരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല. അവരെ സംബന്ധിച്ച് ഒന്നുകിൽ ഡോക്ടർ ആവണോ, അല്ലെ എഞ്ചിനീയർ ആണോ, അല്ലെ IAS ആണോ, ഇങ്ങനെയൊക്കെ ആയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻസ് ഭയങ്കരമാണ്, അവരുടെ മേലുള്ള സമ്മർദ്ദങ്ങൾ ഭയങ്കരമാണ്. വളർന്നു കഴിഞ്ഞാലും അവരെപ്പറ്റി അമിതമായി പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും സമ്മർദ്ദത്തിലാണ്. അതിൻ്റെ ഇറിറ്റേഷൻസും ഫ്രസ്ട്രേഷൻസും പ്രഷറും എല്ലാം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. എല്ലാവരും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാരിൽ ഇത് സംഭവിക്കുന്നുണ്ട്. നേരെ മറിച്ച് അത്ര വലിയ മിടുക്കരല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവരിൽ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്, അവർ കുറേ കൂടെ റിലാക്സ്ഡ് ആണ്, അവർക്ക് സമയമുണ്ട്, പതുക്കെ അവരെ ഇവോൾവ് ചെയ്യാനും ഡിസ്കവർ ചെയ്യാനും ടൈമുണ്ട്. പലപ്പോഴും അത്ര മിടുക്കരല്ലാത്ത ആൾക്കാരാണ് ഒരു 10ഓ 20ഓ 30ഓ വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ സക്സസ്ഫുൾ ആവുകയും ഹാപ്പി ആവുകയും സാറ്റിസ്ഫൈഡ് ആവുകയും അവരുടെ ജീവിതം കണ്ടെത്തുകയും അവരുടെ ഒരു താളം കണ്ടെത്തുകയും കുറേ കൂടെ മനോഹരമായിട്ടൊക്കെ ജീവിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾ ഇച്ചിരി മിടുക്കരാണെന്നും പറഞ്ഞ് അവരെ എല്ലാവരെയും വലിയ വലിയ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളുടെ പുറകിന് മാത്രം വിടാതെ അവർക്കൂടെ ചേരുന്ന, അവർക്കൂടെ സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന, അവർക്കൂടെ താല്പര്യവും ഇഷ്ടവും ഒക്കെ തോന്നുന്ന മേഖലകളിലേക്കൊക്കെ പോകാനുള്ള ഒരു ഫ്രീഡവും കൂടെ അവർക്ക് കൊടുക്കുക. കാരണം നമ്മൾ ഇന്ന് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന വലിയ കരിയറുകളെന്നൊക്കെ പറയുന്നിടത്തൊന്നും വലിയ സാധ്യതകൾ ഇനി ഉണ്ടാവില്ല എന്നുകൂടി ഓർക്കുന്നത് നന്നായിരിക്കും.